ഹരേ കൃഷ്ണ. ഏത് ഘട്ടത്തിലും ജീവിതത്തിന്റെ നിലവാരം നിർണ്ണയിക്കുന്നത് കർമ്മവാസനയാണ്. ആസുരിക ചിന്താഗതിയിലുള്ളവർക്ക് ഏതുതരം നേട്ടവും ജീവിതത്തിൽ ദോഷമായിട്ട് മാറും. അപ്പം നേട്ടങ്ങളിൽ ഈശ്വരനെ മറന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ദുഃഖങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറയുന്നു, അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. അതായത് ഈശ്വരതത്വമറിയാതെ അഹന്തയെ വളർത്തി അജ്ഞാനമോഹത്തിലുഴന്ന് അനേകതരം ചിത്തസങ്കല്പങ്ങളിലും വികാരങ്ങളിലും ഭ്രമിച്ച് ഒരിക്കലും തൃപ്തി വരാത്ത ഭൗതിക മോഹങ്ങളിൽപ്പെട്ട് കുരുങ്ങി ഭൗതിക കാമസുഖങ്ങളിൽ ആസക്ത ചിത്തരായി ആസുരി സമ്പന്നന്മാർ സ്വന്തമായി നിർമ്മിച്ച നരകങ്ങളിൽ ചെന്ന് പതിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ആസുരിക ചിന്തകളുള്ളവർക്ക് യാതൊരുവിധ ദൈവവിചാരങ്ങളും ഉണ്ടായിരിക്കില്ല. ഇത്തരം സ്വഭാവമുള്ളവർ പല പല ആഗ്രഹങ്ങളിൽ മനസ്സ് പതറി പരിഭ്രാന്തരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ അവർക്ക് ശാന്തിയും സംതൃപ്തിയും സ്വസ്ഥതയും ഒക്കെ ലഭിക്കാതെ അവർ സ്വന്തം ഭാവിയെ പരിതാപകരമാക്കി ഈ ഭൂമിയിൽ തന്നെ നരകമായ ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വര വിചാരത്തോടുകൂടി സ്വന്തം കർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്കത് കിട്ടാനായിട്ട് സാധിച്ചതെന്നുള്ള ആ വിചാരം നമ്മളിൽ അഹങ്കാരത്തെ വളർത്താതിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈശ്വര വിചാരത്തോടു കൂടി ചെയ്യുക. ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുക. ഹരേ കൃഷ്ണ.